പാചകത്തിന്റെ വൈഭവത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഒരു വരി നിങ്ങൾ ഇതിന് എപ്പോഴും അദ്ദേഹത്തിന്റെ വാചകത്തിലാണ് കയറി പിടിച്ചിട്ടുള്ളത്. പാചകത്തിൽ പിടിക്കണം. അതെ, പാചകത്തിൽ പിടിക്കണം. പാചകമാണ് ഞങ്ങൾക്ക് പ്രിയം. നിങ്ങൾക്ക് പ്രിയം, പക്ഷെ പാചകമാണ് ഞങ്ങൾക്ക് പ്രിയം. അല്ല, പാചകത്തിനകത്ത് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആണോ? ജീവിതത്തിൽ ഒരുപാട് പോരാടിയ ആളാണ് ഞാൻ. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ചപ്പോൾ അപ്പൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മയും ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പോൾ ഒരു കാര്യം പറഞ്ഞുള്ളൂ, സ്വന്തം കാര്യം നിന്നിട്ട് ചെയ്ത് ജീവിച്ചോണം, ഇനി ഞങ്ങളുടെ ചിലവിൽ കഴിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ആദ്യം പോയി ഞാൻ LIC ഏജൻസി എടുത്തു. 5 വർഷം കൊണ്ട് നല്ല ബിസിനസ് ചെയ്തു. LIC. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഒരു കേറ്ററിംഗ് തുടങ്ങണം. ഒരു 5-6 വർഷം ഞാൻ കേറ്ററിംഗ് നടത്തി. മിറാണ്ട കേറ്ററിംഗ് എന്നായിരുന്നു എൻ്റെ പേര്. അത് അടുത്ത കാലം വരെ എൻ്റെ ഒരു കസിൻ നടത്തിയിരുന്നു, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ 6-7 വർഷം ഞാൻ അയാളും കൂടെ ചെയ്തു. ഭക്ഷണമൊക്കെ എവിടെ നീ പാചകം ഞാൻ പഠിച്ചു? എല്ലാം ചെയ്യും. ബിരിയാണി ചെയ്യും, ചോറ് ചെയ്യും, ചിക്കൻ ചെയ്യും, ബീഫ് ചെയ്യും. അത് ഒരു കാര്യം ചെയ്യും, ആരും ഒരു ദിവസം എൻ്റെ കൂടെ വാ. ഞാനിത് കേട്ടിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ അതായത് മിനിസ്റ്റർ ഭക്ഷണം കുക്ക് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ കേറ്ററിംഗിന്റെ കഥ കേട്ടിട്ടില്ല. ഞാൻ അറിയാത്ത ഒരുപാട് കഥയുണ്ട് എന്നെ പറ്റി പറയുന്ന കഥയൊന്നുമല്ല, കുറച്ച് കേട്ടതൊന്നുമല്ല കേൾക്കാനുള്ളത്. അപ്പോൾ ഒരു ദിവസം പുറത്ത് വന്നതിനേക്കാൾ ക്രിസ്മസിനാവാം അല്ലേ? എപ്പം നിങ്ങൾ പറഞ്ഞു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നം. അങ്ങനെ ഞാൻ ആ മേഖലയിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഒരു ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് അതിൻ്റെ രീതികളെന്ന്. അറിയാൻ പറ്റും. ഇറച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായി ബീഫൊക്കെ ഞാൻ നോക്കിയേ കഴിക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം അതിനകത്ത് മോശം സാധനം വന്നാൽ കണ്ടറിയാം. അതുപോലെ തന്നെ ഫിഷ്, അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അന്നത് പഠിച്ചത് നന്നായി തോന്നുന്നു. ഞങ്ങൾ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ നമ്മളിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ എന്ത് തോന്നും പൊതുവേ? ജീവിതത്തിൽ അത് ഒരിക്കലും എനിക്കൊന്നും തോന്നിയിട്ടില്ല. സാധനം എന്താ അറിയോ, ഞാൻ ഈ 13ാമത്തെ വയസ്സിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്ന ഒരുപാട് അനുഭവിച്ച ആളാണ്. ഈ ജയിലിൽ പോയത് അടി കൊണ്ടത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് നല്ല തരത്തിൽ അനുഭവിച്ച ആളാണ്. അപ്പോൾ എനിക്കിതൊന്നും ഒരു പ്രതിസന്ധിയല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും ആഗ്രഹിച്ച ആളല്ല. ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു, ഒരു ആശയത്തിൽ നിന്നു, അത് മരിക്കുന്നവരെ ആശയമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് പലതും യാദൃശ്ചികമായി വന്നതാണ്. ഇപ്പം ഞാൻ ജില്ലാ സെക്രട്ടറി ആയതോ അല്ലെങ്കിൽ ഞാൻ MLA എന്ന് പറഞ്ഞാൽ രാമേന്ദ്രൻ നായർ സാർ മരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ ഇപ്പോൾ ഇരിക്കത്തില്ല. കാരണം യാദൃശ്ചികമാണ്. രണ്ടാമത് പിണറായി വിജയൻ ഗവൺമെൻറ് വരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും മന്ത്രിയാകുന്ന പ്രശ്നമില്ല. കേരളത്തിൽ ആദ്യമായിട്ട് 2ാം ഗവൺമെൻറ് വരുന്നത്. അപ്പം അപ്രതീക്ഷിതമായിട്ട് വരുന്നതല്ല. അപ്പം നമുക്ക് എന്ത് വന്നാലും ഒന്നും സംഭവിക്കത്തില്ല. താങ്ങും കൊടിയേരി വേണ്ടി പറഞ്ഞ പോലെ. അതായത് താങ്ങാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമ്മുടെ അധ്യാപകൻ. പിന്നെ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് ഈ പറഞ്ഞ ക്രൈസിസൊക്കെ കടന്നു വന്നപ്പോൾ 10-22 വർഷം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി. ഇത് കൂടാതെ കാറ്ററിംഗ് LIC ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പ്യൂട്ടർ സെന്റർ ഞാൻ 22 വർഷം നടത്തി. അങ്ങനെ പിള്ളേരെ പഠിപ്പിച്ചതും ജീവിച്ചതൊക്കെ. അപ്പോൾ അതെല്ലാം നടത്തി. രാത്രി കഷ്ടപ്പെടും. ഈ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ രാത്രി പോവും. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാത്രിയുടെ പ്രൊജക്റ്റ് വർക്കൊക്കെ ചെയ്യുന്നു. അപ്പോൾ വർക്കൊക്കെ ചെയ്യാൻ പോയി സഹായിക്കും. വൈഫ് പിന്നെ നോക്കി. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഈ ഒരു 10-30-35 വർഷം തൊഴിലും രാഷ്ട്രീയവും നടത്തിയതിൻ്റെ ഫലമായി കിട്ടിയ ഒരു അനുഭവമുണ്ട്. നമ്മൾ ഒരിടത്തും തോക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല, നമ്മൾ വിജയിക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ചെയ്യും. പിന്നെ ഒരു കാര്യമുള്ളൂ, ഒരാളോട് വിദ്വേഷമില്ല, വിരോധമില്ല, എല്ലാവരോടും സ്നേഹം. ഒരാൾ വളരെ നേരത്തെ സന്തോഷിക്കത്തുള്ളൂ. ഒരാളും തളരാൻ എനിക്കിഷ്ടമല്ല. കട്ടപ്പയാവത്തില്ല. ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കും. എൻ്റെ കോളേജ്സിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കും. കാരണം അത് പണ്ട് പോലെ അങ്ങനെ ആ സംഘടനാ രംഗത്തും ആ ഒരു ആറ്റിറ്റ്യൂഡാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓരോ സ്ഥാനത്തെത്തുമ്പോഴും അവിടെ നല്ല മാറ്റം വരും.